പിന്നെ അവന് പ്രശ്നമില്ല. വയറ് നിറഞ്ഞാൽ മതമില്ല, പട്ടിണി മാറിയാൽ മതമില്ല. മതം അവന്റെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവും. ശബരിമലയിലെ പ്രശ്നം വന്നപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ പറഞ്ഞു ബ്രഹ്മചാരിയാൻ അയ്യപ്പൻ അല്ലേ, അതുകൊണ്ട് പറഞ്ഞു 10 വയസ്സിന്റെ താഴെ 50 വയസ്സിന്റെ മുകളിൽ ആ സ്ത്രീകളെ അവിടെ വരാൻ പാടുള്ളൂ. അതവരുടെ വിശ്വാസമല്ലേ, അവരുടെ മതമല്ലേ. ആ മതത്തെ മതമില്ല മതമില്ല മതമില്ലെന്ന് പറയുന്ന നിങ്ങൾ തെരുവിൽ നവോത്ഥാന മതിലുണ്ടാക്കി തകർക്കാൻ ശ്രമിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു മതമാണ് 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 പ്രശ്നമെന്ന്. ഞാൻ ഈ രീതി പ്രസംഗം കേൾക്കുന്ന മുൻവിധിയില്ലാത്ത സഖാബിനോട് ചോദിക്കട്ടെ, എന്താണ് വർഗീയത? വർഗീയതയുടെ നിർവചനം എന്ന് പറയും. വർഗീയത ഇതാണ്: പരമതദ്വേഷം. പരമതദ്വേഷം. മറ്റു മതത്തെ നിങ്ങൾ നിന്ദിക്കണം, മറ്റു മതത്തെ നിങ്ങൾ കുറ്റം പറയണം. അതാണ് വർഗീയത. അതാണ് വർഗീയത. KM ഷാജി പറഞ്ഞ വാക്കിൽ അങ്ങനെയാണോ ഉള്ളത്? മതം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മതം, ഈ രാജ്യത്തിലെ എല്ലാവരുടെയും മതം. 4599 ജാതിയും മതങ്ങളുമുണ്ട് ഇന്ത്യ രാജ്യത്ത്. അറിയുമോ സഖാബിന്? 4599 ജാതിയും മതവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രയുണ്ട് സഖാബേ? എന്റെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേര് പിടിക്കാത്തത്? നിങ്ങൾ മതനിരാസത്തിന്റെ പാർട്ടിയാണ്. ഇന്ത്യയോ മഹാഭൂരിപക്ഷം വിശ്വാസികളാണ്. അതുകൊണ്ട് മതം ഇന്ത്യയുടെ മണ്ണിൽ പ്രശ്നമാണ്, അതിലൊരു സംശയമില്ല. എഹ്സാൻ ജഫ്രി MP ആണ്. അഹമ്മദാബാദിൽ ഈ നരേന്ദ്രമോദി അടക്കമുള്ളവർ നടത്തിയ കലാപത്തിന്റെ പറവിൽ കൊല്ലപ്പെട്ടു പോകുന്നത്. അയാൾ കോൺഗ്രസുകാരനായിരുന്നു. അയാൾ വിശ്വാസിയും മുസ്ലിമുമായതിന്റെ പേരിലാണ്. മതം ഈ രാജ്യത്ത് അപകടകരമാം വിധത്തിൽ നമ്മെ വേട്ടയാടാറുണ്ട്. മതം പലപ്പോഴും നമ്മെ അപകടപ്പെടുത്താറുണ്ട്. അപ്പോഴും പക്ഷെ വിശ്വാസിക്ക് കളഞ്ഞു കുടിക്കാവുന്നതല്ല മതം. അവന്റെ നെഞ്ചിനോട് ചേർത്ത് വെക്കേണ്ടതാണ് മതം. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മന്ത്രിയുണ്ടല്ലോ ചെറിയാൻ, നിങ്ങൾ പറഞ്ഞതും എന്താണ്? ഇവിടെ ജയിക്കുന്നത് മതം, കാസർഗോഡ് അല്ലേ, ചെങ്ങന്നൂരിൽ ഇയാൾ ജയിക്കുന്നത് മതം, സജി ചെറിയാൻ ജയിക്കുന്നത് മതം, ചെങ്ങന്നൂരിൽ ജയിക്കുന്നത് മതം. മതം തന്നെയാ പ്രശ്നം. അതന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതാണ് ഞാനും പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താ? ഞാൻ പ്രസംഗിച്ച അപകടം സമുദായത്തിന് നഷ്ടപ്പെട്ടത് പുതിയ പിടിച്ചു വാങ്ങാനല്ല. ഇതിൻ്റെ പേര് മുസ്ലിം ലീഗ് എന്നാണ്, സാമുദായിക പാർട്ടിയാണ്. ഞങ്ങളുടെ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബാണ്. തല്ലമുടിനാരിയാണ് അതിര്. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് തല്ലമുടിനാരിയുടെ അവകാശം ഞങ്ങൾ വിട്ടുകൊടുക്കൂല. മറ്റൊരാളുടെയും തല്ലമുടിനാരിയുടെ അവകാശം ഞങ്ങൾ കയ്യിൽ വെക്കുകയുമില്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് ഈ കൊടിയും പിടിച്ച് നടക്കണമെന്നാണ് സഖാബ് നീ വിചാരിച്ചത്? സഖാവിനൊരു പ്രസംഗം ഞാൻ ഓർമ്മിപ്പിക്കാം. കേരള നിയമസഭയിൽ സച്ചാർ കമ്മീഷനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പാലൊളി കമ്മീഷൻ കൊണ്ടുവന്നു. ഞങ്ങൾ അതിനെ എതിർത്തു. VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മറുപടി: മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കലാണ് ആവശ്യമെങ്കിൽ അത് പാലൊളി കമ്മിറ്റി തിരിച്ചു പിടിച്ചു കൊടുക്കുമെന്ന്. എങ്ങനെ? നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിച്ചു കൊടുക്കുമെന്ന്. അത് ജനാധിപത്യമാണ്.